ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഫ്താർ സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ച പപ്പായ വെച്ചിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് മിക്ക ആൾക്കാർക്കും അറിയാത്തൊരു റെസിപ്പി ആയിരിക്കും തോന്നുന്നു. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള നോക്കാം. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കാം. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പപ്പായ ഉണ്ടല്ലോ, വലിയ സൈസാണ്. അപ്പം ഇത്രയും നമുക്കിതിലേക്ക് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണെങ്കിൽ നമുക്കൊരു 3 പോളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പപ്പായ ഉണ്ടല്ലോ, ഇത് ശരിക്കും പച്ച പപ്പായ തന്നെയാണ്. അതായത് മൂത്തിട്ടുണ്ട്, പക്ഷേ ഒരു 5 ദിവസം കഴിഞ്ഞാൽ ചിലപ്പം പഴുക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഇത് പച്ച പപ്പായ തന്നെയാണ്, പഴുത്തിട്ടില്ല. ഇനി ഈ ഗ്രേറ്റ് ചെയ്ത പപ്പായ ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കുക്കാവണം. നല്ലോണം കുക്കാവണമെന്ന് വെച്ചാൽ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന പോലെ അത്രയും ഉടഞ്ഞു പോകുന്നു വേണ്ട, പക്ഷേ നന്നായിട്ട് കുക്കായി വരണം. അതിൽ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അതൊക്കെ പോയിട്ട് കുറച്ചൊരു ഡ്രൈ ആകുന്ന രീതിയിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പപ്പായ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി സാധാരണ നമ്മൾ ക്യാരറ്റ് പോള അല്ലെങ്കിൽ ബ്രെഡ് പോളെല്ലാം ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ ഇതിലേക്ക് മെയിൻ മുട്ട വേണം. ഒരു 5 മുട്ടയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി നിർബന്ധമായിട്ട് ചേർക്കണം, എന്നാലേ നമ്മൾ പോള സെറ്റായിട്ട് നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. ഇനി സെയിം ജാറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം പപ്പായയിൽ ഇട്ടത് കൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണാണ് പിന്നീട് ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യുമല്ലോ, അപ്പോൾ ആ സമയത്ത് മധുരം വേണമെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1 ടീസ്പൂൺ, അതിൽ കൂടാൻ പാടില്ല, 1 ടീസ്പൂൺ കസ്റ്റേർഡ് പൊടി ഇട്ട് കൊടുക്കുക. കസ്റ്റേർഡ് പൊടി ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്താൽ മതി. കസ്റ്റേർഡ് പൗഡർ ഇട്ടിട്ട് പിന്നെ നന്നായിട്ട് ഇത് അടിച്ചെടുക്കുക. ഇനി പപ്പായും നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു എഗ് മിക്സും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഒരു ബൗളിലേക്ക് ഈ പപ്പായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചിട്ടുള്ള ആ ഒരു എഗ്ഗും കസ്റ്റേർഡ് പൗഡറും അതൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ബൗളിൽ ഒഴിച്ചതിന് ശേഷം നമ്മളിത് പഞ്ചസാര കറക്റ്റാണോ നോക്കുക. പഞ്ചസാര എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് പോള റെഡിയാക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു സോസ് പാൻ ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ, ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു പോളൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ഇട്ട് കൊടുക്കാം, പക്ഷെ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അരമണിക്കൂറാണ്. അരമണിക്കൂർ നമ്മളിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് മറ്റേ സൈഡോട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്രൈ പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടെ കുക്കാക്കി എടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആ സൈഡും അത്യാവശ്യം കുക്കായി വന്നോളും. അപ്പോൾ ഇത് നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കമൻസും കൂടെ അറിയിക്കണം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.